അടുത്തിടെ സാമൂഹിക മാധ്യമങ്ങളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വലിയ തോതിൽ പ്രചരിച്ചിരുന്ന ഒരു വാർത്തയാണ് പഴയ ഇന്ത്യൻ കറൻസി നോട്ടുകൾക്കും നാണയങ്ങൾക്കും ലക്ഷങ്ങൾ വിലമതിക്കും എന്നത്. ഈ പ്രചാരണങ്ങളെ തുടർന്ന് പലരും തങ്ങളുടെ കൈവശമുള്ള പഴയ നോട്ടുകളും നാണയങ്ങളും വിറ്റ് സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ അവസരം മുതലെടുത്ത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന വൻകിട തട്ടിപ്പ് സംഘങ്ങൾ സജീവമായി രംഗത്തുണ്ട്. എളുപ്പത്തിൽ പണമുണ്ടാക്കണമെന്ന മോഹം നൽകി ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കുന്ന ഈ തട്ടിപ്പുകാർക്കെതിരെ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണ്. ₹1 നോട്ടുകൾക്ക് ലക്ഷങ്ങളും 25 പൈസ നാണയങ്ങൾക്ക് ആയിരങ്ങളും ലഭിക്കുമെന്നുള്ള വാർത്തകൾ സാധാരണക്കാരെ വലിയ തോതിൽ ആകർഷിക്കുന്നുണ്ട്. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത വീഡിയോയിൽ പോലും പഴയ ₹1 നോട്ടിന് 7 ലക്ഷം രൂപ വരെയും ഒരു 25 പൈസ നാണയത്തിന് 1.50 ലക്ഷം രൂപ വരെയും ലഭിക്കുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. 1935 ₹1 നോട്ടിന്റെ അതിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തിന്റെയും കാര്യം വീഡിയോയിൽ എടുത്തു പറഞ്ഞിരുന്നു. കൂടാതെ കോയിൻ ബസാർ, eBay പോലുള്ള വെബ്സൈറ്റുകൾ വഴി ഇവ വിൽക്കുമെന്നും വിമർശനമുണ്ടായിരുന്നു. ഈ വിവരങ്ങൾ പലരെയും തങ്ങളുടെ കൈവശമുള്ള പഴയ കറൻസികളുടെ മൂല്യം കണ്ടെത്താൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഈ സാധ്യതയെ തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. പഴയ നോട്ടുകളും നാണയങ്ങളും വിൽക്കാൻ ശ്രമിക്കുന്നവരെ ലക്ഷ്യമിട്ട് തട്ടിപ്പുകാർ പലതരം കെണികളാണ് ഒരുക്കുന്നത്. ഇവയിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. മുൻകൂർ പണം ആവശ്യപ്പെടല്, അതായത് അഡ്വാൻസ് ഫീ ഫണ്ട്. ഇതാണ് ഏറ്റവും സാധാരണയായി തട്ടിപ്പിന്റെ രീതിയായി മാറുന്നത്. പഴയ നോട്ടിന്റെയോ നാണയത്തിന്റെയോ ചിത്രം കണ്ട് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് തട്ടിപ്പുകാർ നിങ്ങളെ സമീപിക്കും. വലിയ വില വാഗ്ദാനം ചെയ്യും. തുടർന്ന് രജിസ്ട്രേഷൻ ഫീസ്, കമ്മീഷൻ, ടാക്സ്, GST, ഡോക്യുമെന്റേഷൻ ചാർജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പണം തട്ടും. ക്ലിയറൻസ് ഫീസ് എന്നിങ്ങനെയൊക്കെ പല പേരുകളിലും മുൻകൂർ പണം ആവശ്യപ്പെടും. ഈ പണം ലഭിച്ചാൽ തട്ടിപ്പുകാർ അപ്രത്യക്ഷനാകും. ജാമ്യ വെബ്സൈറ്റുകളും ആപ്പുകളും. പഴയ നോട്ടുകളും നാണയങ്ങളും വിൽക്കാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന വ്യാജ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കും തട്ടിപ്പുകാർ ഉണ്ടാകും. ഈ പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്യാൻ ഫീസ് ഈടാക്കുകയോ നിങ്ങളുടെ ബാങ്കിംഗ് വിവരങ്ങൾ, പാസ്വേഡുകൾ, OTP എന്നിവ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കാനും സാധ്യതയുണ്ട്. KYC അപ്ഡേറ്റ് തട്ടിപ്പുകൾ. വ്യാജ കോൾ സെന്ററുകൾ വഴി വിളിച്ച് പഴയ നോട്ട് വിൽക്കാൻ KYC അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബാങ്കിംഗ് വിവരങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കും. അടുത്തത് QR കോഡ് തട്ടിപ്പ്. നോട്ട് വാങ്ങുന്നയാൾ എന്ന വ്യാജേന QR കോഡ് സ്കാൻ ചെയ്താൽ പണം ലഭിക്കുമെന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. എന്നാൽ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രോസസ്സിംഗ് ഫീസ് എന്ന പേരിൽ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ നിർബന്ധിക്കൽ. ചില തട്ടിപ്പുകാർ നിങ്ങൾക്ക് ഒരു ചെറിയ തുക അയച്ചു തന്ന ശേഷം ആ പണം തെറ്റി അയച്ചതാണ്, തിരികെ അയക്കണമെന്ന് പറയും. ഈ പ്രോസസ്സിൽ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ മനസ്സിലാക്കി പിന്നീട് തട്ടിപ്പ് നടത്താനും ശ്രമിക്കും. അതുമല്ല, നിങ്ങളോട് ഒരു നിശ്ചിത അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെടുകയും ആ പണം ലഭിച്ചാൽ മാത്രമേ നിങ്ങളുടെ നോട്ട് വാങ്ങൂ എന്ന് പറയുകയും ചെയ്യും. റിസർവ് ബാങ്ക് മുന്നറിയിപ്പും ഇതിനോടനുബന്ധിച്ച് തന്നിട്ടുണ്ട്. അവഗണിക്കാൻ പാടില്ലാത്ത സത്യങ്ങളുമുണ്ട്. മുൻപ് ചർച്ച ചെയ്ത വീഡിയോയുടെ അവസാന ഭാഗത്ത് ഒരു സുപ്രധാന മുന്നറിയിപ്പുണ്ടായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പഴയ കറൻസി നോട്ടുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ വാക്യം അതീവ പ്രധാനമാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു തരത്തിലുമുള്ള കറൻസി വിനിമയങ്ങളിലോ പഴയ നോട്ടുകളിലോ നാണയങ്ങളിലോ ലേലങ്ങളിലോ വാങ്ങലുകളില്ല എന്നതാണത്. അതുപോലെ തന്നെയാണ് വിൽപ്പനയിലും നേരിട്ട് അവർക്ക് പങ്കില്ല. RBI ഗവർണറുടെ പേരിൽ പഴയ നോട്ടുകൾക്ക് ഉയർന്ന വില വാഗ്ദാനം ചെയ്യുന്നവരെ കരുതിയിരിക്കുക. റിസർവ് ബാങ്കോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളോ ഇത്തരം ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കുകയോ കമ്മീഷൻ ആവശ്യപ്പെടുകയോ ചെയ്യില്ല. ഇത്തരം ഇടപാടുകൾ നടത്താൻ ശ്രമിക്കുമ്പോൾ RBIയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നത് സാധാരണമായ തട്ടിപ്പ് രീതിയാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഓരോ പൗരനും അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന അവിശ്വസനീയമായ എല്ലാ ഓഫീസുകളെയും സംശയത്തോടെ കാണുക. പഴയ നോട്ട് വിൽക്കാനോ വാങ്ങാനോ ഉള്ള ഇടപാടുകളിൽ യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ ഫീസ്, കമ്മീഷൻ, ടാക്സ്, പ്രോസസ്സിംഗ് ഫീസ് തുടങ്ങിയ പേരുകളിൽ മുൻകൂർ പണം നൽകരുത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ, OTP, പാസ്വേഡുകൾ, പിൻ നമ്പറുകൾ എന്നിവ
അപരിചിതരുമായി പങ്കുവയ്ക്കരുത്. ബാങ്കുകളോ മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളോ ഈ വിവരങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങളെ സമീപിക്കില്ല. പഴയ കറൻസി വിൽക്കാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്ന വ്യാജ വെബ്സൈറ്റുകളോ മൊബൈൽ ആപ്ലിക്കേഷനുകളോ ഉപയോഗിക്കരുത്. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഈ പ്ലാറ്റ്ഫോമുകളിൽ നേരിട്ടുള്ള വിൽപ്പനകൾ നടത്തുന്നവരുമായി ഇടപെടലുകൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുമാണ്. അവരുടെ പ്രൊഫൈൽ പരിശോധിക്കുക. വിലപേശലുകൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ ഇടപാടുകൾക്ക് RBI അംബാസിഡർമാരില്ല. റിസർവ് ബാങ്കിന് പഴയ കറൻസി വിനിമയവുമായി പ്രത്യേക അംബാസഡർമാരോ ഉദ്യോഗസ്ഥരോ ഇല്ല. ഇത്തരം അവകാശങ്ങൾ ഉന്നയിക്കുന്നവരെ വിശ്വസിക്കരുത്. നിങ്ങൾ ഒരു തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലായാൽ ഒട്ടും വൈകാതെ ഇനി പറയുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതായത് ബാങ്കിൽ അറിയിക്കുക. നിങ്ങളുടെ ബാങ്കിനെ ഉടൻ തന്നെ വിളിച്ച് തട്ടിപ്പ് നടന്ന വിവരം അറിയിക്കുക. അക്കൗണ്ടിൽ നിന്നും കൂടുതൽ പണം നഷ്ടപ്പെടാതിരിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യുക. സൈബർ പോലീസിന് പരാതി നൽകുക. അതാണ് മറ്റൊരു നടപടി. നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൽ, അതായത് 1930 വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ www.cybercrime.government.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി പരാതി നൽകുക. തട്ടിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, സ്ക്രീൻഷോട്ടുകൾ, സന്ദേശങ്ങൾ, കോൾ റെക്കോർഡിംഗുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ തെളിവായി നൽകുക. വിവരങ്ങൾ പങ്കുവെക്കരുത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന കോളുകളോ സന്ദേശങ്ങളോ അവഗണിക്കുകയും യാതൊരു വിവരങ്ങളും പങ്കുവെക്കാതിരിക്കുകയും ചെയ്യുക. എളുപ്പത്തിൽ പണം ഉണ്ടാക്കണമെന്ന് വിശ്വസിച്ച് ആളുകളെ ചൂഷണം ചെയ്യുന്ന തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴയ കറൻസി നോട്ടുകൾക്കും നാണയങ്ങൾക്കും വലിയ മൂല്യങ്ങളുണ്ട്. എന്നാൽ അവ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യാജ വാഗ്ദാനങ്ങളെയും തട്ടിപ്പുകളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഗൗരവമായി തന്നെ എടുക്കുകയും വേണം. സംശയകരമായ സാഹചര്യത്തിൽ യാതൊരു സാമ്പത്തിക ഇടപാടും നടത്താതിരിക്കുകയും ചെയ്യുക. വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. ആവശ്യമെങ്കിൽ സൈബർ വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുക. അവരുടെ സാമ്പത്തിക സുരക്ഷ നമ്മുടെ കൈകളിലാണ്. ജാഗ്രതയോടെ അറിവോടും കൂടി ഡിജിറ്റൽ ലോകത്ത് ഇടപാടുകൾ നടത്തുക.